നെഹ്റുവിന്റെ അവിഹിത ബന്ധം കാരണം, ഇന്ദിരയുടെ നെഹ്റു കുടുംബത്തിന്റെ ചില കൊള്ളരുതായ്മകൾ കാരണം നമ്മുടെ രാജ്യം നശിച്ച ചരിത്രം, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നെഹ്റു കുടുംബത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമെന്ന് ഭയന്ന പലരും മൂടി വെക്കാൻ ശ്രമിച്ച, എന്നാൽ സത്യത്തിന്റെ കണ്ണിൽ കെടാതെ സൂക്ഷിച്ച 6 പുസ്തകങ്ങൾ. ഇന്ത്യയുടെ വിധി നിർണ്ണയിച്ച ആ നിമിഷങ്ങളിൽ ശരിക്കും എന്താണ് നടന്നത്? ഒന്നാമത്തേത് എഡ്വിന ആൻഡ് നെഹ്റു കാതറിൻ ക്ലബിന്റെ ബുക്ക്. രാജ്യം വിഭജനത്തിന്റെ ചോരയിൽ മുങ്ങുമ്പോൾ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വിനയും നെഹ്റുവും തമ്മിലുള്ള വൈകാരിക ബന്ധം വിഭജന തീരുമാനങ്ങളെ സ്വാധീനിച്ചിരുന്നു എന്ന് ഈ പുസ്തകം ചോദിക്കുന്നു. അടുത്തത് റെമിനിസൻസസ് ഓഫ് ദ നെഹ്റു ഈച്ച്, എം.ഒ. മത്തായിയുടെ ബുക്ക്. നെഹ്റുവിന്റെ പേഴ്സണൽ സെക്രട്ടറി എഴുതിയ ഈ പുസ്തകം ഇന്ദിരാഗാന്ധിയുടെ സ്വകാര്യ ജീവിതത്തിലെ പല രഹസ്യങ്ങളും അനാവരണം ചെയ്യുന്നു. ഇതിലെ പല അധ്യായങ്ങളും സെൻസർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ദ റെഡ് സാരി, ജാവിയ മോറയുടെ ബുക്ക്. സോണിയാഗാന്ധിയുടെ വിദേശ പേരുകളും നെഹ്റു കുടുംബത്തിൽ അവർ വന്നതിന് ശേഷം നടന്ന ദുരൂഹ സംഭവങ്ങൾ വിവരിക്കുന്നു. കോൺഗ്രസ് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ദ ലൈഫ് ഓഫ് ഇന്ദിര നെഹ്റു ഗാന്ധി, കാതറിൻ ഫ്രാങ്കിന്റെ ബുക്ക്. ഇന്ദിരയും യോഗ ഗുരുദേവേന്ദ്ര ബ്രഹ്മചാരിയും തമ്മിലുള്ള അവിഹിത ബന്ധവും ഭരണത്തിൽ ഇയാൾക്കുണ്ടായിരുന്ന അമിത സ്വാധീനവും ഈ പുസ്തകം ചർച്ചയാക്കി. അടുത്തത് നെഹ്റു ദ ടിബറ്റ് ആൻഡ് ചൈന, അവതാർ സിംഗ് ബാസിന്റെ ബുക്ക്. ഇന്ത്യയുടെ ഭൂമി ചൈനയ്ക്ക് അടിയറവ് വെച്ച നെഹ്റുവിന്റെ നയതന്ത്ര പരാജയം ഔദ്യോഗിക രേഖകളുടെ പിൻബലത്തിൽ തുറന്നു കാട്ടുന്ന ബുക്ക്. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ സഞ്ജയ് ബാറുവിന്റെ ബുക്ക്. മൻമോഹൻ സിംഗിനെ നിഴലാക്കി നിർത്തി സോണിയാഗാന്ധി എങ്ങനെ സൂപ്പർ PM ആയി രാജ്യം ഭരിച്ചു എന്നതിന്റെ നേർക്കാഴ്ചയാണ്. അതായത് ഇന്ത്യൻ ചരിത്രം നിങ്ങളിൽ നിന്നും മറച്ചുവെച്ച ആ 6 സത്യങ്ങൾ, അതാണ് ഈ പുസ്തകങ്ങൾ. എത്ര കാലം സത്യം ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും? അതൊരു കാലത്ത് മൂടിയിരിക്കില്ല. ചരിത്രം എന്നായാലും സത്യം എന്നായാലും മറഞ്ഞിക്ക് പുറത്തു വരുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ പുസ്തകം.